ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കുറേയായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് വന്നത്, സ്ഥലത്തില്ലായിരുന്നു, കോട്ടയത്താണിപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു തിരിച്ചു പോവാണ്. ഇത്തവണ വണ്ടി എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടിയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 350 മുകളിൽ കിലോമീറ്റർ ദൂരമുണ്ട്. എന്താവുമെന്ന് അറിയില്ല. എങ്ങനെയാലും വണ്ടി എനിക്ക് അവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പിന്നെ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പം യാത്ര തുടങ്ങുകയാണ്. അപ്പം കോട്ടയത്തേക്ക്, കണ്ണൂർ ടു കോട്ടയം. അപ്പോൾ ഇപ്പോൾ ചാല ബൈപ്പാസിലൂടെ നമ്മൾ കയറിയതാണ്. കയറി ഏകദേശം ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാടാച്ചിറയിൽ നിന്ന് മാഹി ബൈപ്പാസിലേക്ക് കയറുകയാണ്. ഇനി ഇവിടുന്ന് മാഹി പള്ളി വരെ നല്ല റോഡാണ്, പുതിയ ഹൈവേ ആണ്. 2 വീലേഴ്സ് അലൗഡാണ്. മാത്രമല്ല ടോളില്ല, 2 വീലേഴ്സിന് ടോളില്ല. മാഹി ബൈപ്പാസിലുള്ള ടോളാണിത്. അപ്പം ടോൾ ഗേറ്റ് കഴിഞ്ഞു, വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ ചാല ബൈപ്പാസ് റോഡിലൂടെ കയറി, ഹൈവേയിലൂടെ കയറി, ഇപ്പം ഏകദേശം മാഹി എത്തി. അങ്ങനെ ആ ഹൈവേ റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയായി. 11 മണിക്കാണ് നമ്മൾ പുറപ്പെട്ടത്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ മാഹി പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. 12:15 വടകര എത്തിയിട്ടുണ്ട്. വടകര എത്തുമ്പോഴേക്ക് നല്ല ബ്ലോക്ക്, റോഡും മഹാമോശമാണ്. വീണ്ടും യാത്ര തുടർന്നു. അപ്പം വടകര റോഡ് കുറച്ച് മോശം തന്നെയാണ്. അവിടെ ഹൈവേ ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ വടകരയിൽ നിന്ന് കുറച്ച് മോശമായിട്ടുള്ള റോഡിലൂടെ വന്നു നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഹൈവേന്ന് കയറി കുറച്ച് മുന്നോട്ടെത്തിയപ്പം ഒരു ആക്സിഡന്റ് നടന്നതായിട്ട് കണ്ടു. രാത്രിയാകുമ്പോൾ മറ്റോ അടിച്ചതാണെന്ന് തോന്നുന്നു, ഡിവൈഡറിലായിട്ട് തട്ടിയാണെന്ന് തോന്നുന്നു. ഒരു കാറിന്റെ മുൻവശം മുഴുവൻ തകർന്നിട്ടുണ്ട്. വേറെ വാഹനങ്ങളൊന്നും അടിച്ചതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഇവിടുന്ന് ഹൈവേ കഴിഞ്ഞു വീണ്ടും സാധാരണ റോഡിലേക്ക് കയറി. 12:40 നമ്മൾ പയ്യോളിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പയ്യോളി സ്റ്റാൻഡാണ് ആ കാണുന്നത്. നല്ല വെയില്, നല്ല പൊടി, നല്ല ബ്ലോക്കും, നല്ല ചൂടും. ഇതാണ് അവസ്ഥ. റോഡിൻ്റെ അവസ്ഥ ഇതാണ്. കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള റോഡാണ്, ബൈപ്പാസ് റോഡാണ്. അപ്പം ഇവിടെ 2 വീലേഴ്സ് ഓട്ടോസിനൊന്നും എൻട്രി ഇല്ല എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. നോക്കാം, ആരെങ്കിലും പോകുന്നുണ്ടോ നോക്കിയിട്ട് ഇതിലൂടെ കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബൈപ്പാസ് റോഡിലൂടെ തന്നെ കയറി. കാരണം വെച്ചാൽ മറ്റു ബൈക്കുകളൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബൈപ്പാസ് റോഡ് മുന്നോട്ട് വന്നു. ഹൈലൈറ്റ് മാള്, ഒരു വലിയൊരു മാളാണ് ഇവിടെ. പിന്നെ കുറേ ഫ്ലാറ്റുകളും അതിൻ്റെയൊക്കെ അരികത്തൂടെയാണ് യാത്ര. രണ്ടാമത്തെ ടോൾ ബൂത്ത് അതിവിടെ തുടങ്ങിയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ.
വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. 75-80 സ്പീഡിലാണ് വിട്ടുകൊണ്ടിരുന്നത്. അടുത്ത ടോൾ പ്ലാസ വരുന്നത് തിരൂരിലാണ്. പണി നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരൂരെത്തി. 2:20 സമയം. 2:20 തിരൂരിലൂടെ പാസ് ചെയ്യാണ്. തിരൂരിൽ നിന്നുള്ള ഈ ഒരു റോഡ് വളരെ മനോഹരമാണ്. വലിയ തൂണിൽ വളരെ ഉയരത്തിൽ പണിതിരിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ച. ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ റോഡിലൂടെയാണ് പോകുന്നത്. ആ കാണുന്നത് പഴയ പാലാണ്. ഹായ്, ഇപ്പം ഏകദേശം ഗുരുവായൂർ റോഡിനെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 രീതിയിൽ പോകുന്നത്. എറണാകുളം പോയിട്ട് പോകാം, അതല്ല തൃശ്ശൂർക്ക് പോയിട്ട് പോകാം. എറണാകുളമാണ് നല്ലത് സ്ട്രേറ്റ് റോഡ്. പക്ഷേ എറണാകുളം കുറേ പണികൾ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൃശ്ശൂർ കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും തൃശ്ശൂർ പോയിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർ വഴിയാണ് പോകുന്നത്. ഇതുവഴി നേരെ പോയിട്ട് തൃശ്ശൂർ ടു കോട്ടയം. കുന്നംകുളം എത്തി. കുന്നംകുളം ബസ് സ്റ്റാൻഡാണിത്. ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദിച്ച് പോവാം. ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞു. അപ്പം കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ വഴി കോട്ടയത്തേക്ക് ഒരു ആനക്കാഴ്ച അമ്പലത്തിലെ ഉത്സവത്തിനങ്ങാണ്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അല്ലെ ഉത്സവം കഴിഞ്ഞിട്ട് മടങ്ങുന്നതായിരിക്കാം. തൃശ്ശൂർ റോഡ് നല്ല ബ്ലോക്കാണ്. ബൈക്ക് ആയതുകൊണ്ട് വാഹനങ്ങളുടെ ഇടയിലൂടെയൊക്കെ കയറി വന്നു. ഹായ്, തൃശ്ശൂർ എത്തിയില്ല. അതിനിടയിൽ ഒരു പെട്രോൾ പമ്പ് കയറി ഫുള്ളാക്കി എണ്ണ ഫുള്ളടിച്ചു. അപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്തു. ഇവിടുന്ന് കുറച്ചുകൂടി ഉണ്ട് തൃശ്ശൂരേക്ക്. പെട്രോൾ പമ്പിൽ ഓണത്തിനിട്ട പൂക്കളം വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്കമാലി എത്താനായി. തൃശ്ശൂരൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 11 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതാണ്. 6:30 വരെ ഒരേ വരുത്താണ്. ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് അമ്മയും പെങ്ങളും കൂടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചപ്പാത്തിയും പിന്നെ ഓണത്തിന് വാങ്ങിച്ച ചിക്കനൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം. ഇനി അങ്കമാലി എത്തണം. അങ്കമാലിയിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തണം. കുറച്ചുകൂടി ഉണ്ട്. ഇനി പതുക്കെ പോകുള്ളൂ. ഇതാ ഒരു സ്ഥലത്ത് അടുപ്പിച്ചിട്ടുള്ള ഫുഡൊക്കെ എടുക്കട്ടെ. വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുഡ് എടുത്ത് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്കമാലിയിലേക്കാണ് പോയത്. അങ്കമാലി അവിടുന്ന് 42 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ എത്താൻ വേണ്ടി ഏകദേശം 2 മണിക്കൂർ എടുത്തു. ഭയങ്കര ബ്ലോക്കായിരുന്നു. റോഡും അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ മൊബൈലിലായിരുന്നു. പിന്നെ ഒരു കൈ മൊബൈൽ പിടിച്ച് എടുക്കാനുള്ള സൗകര്യമില്ല. മൊബൈലും സേഫ് ആക്കണം. അതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നീടുള്ള വീഡിയോ എടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി. ഞാൻ അങ്കമാലിയിൽ നിന്ന് നേരെ കോട്ടയത്തുള്ള റോഡിൽ കയറി. അങ്കമാലിയിൽ നിന്ന് കോട്ടയത്തേക്ക് ഏകദേശം 90 കിലോമീറ്റർ ദൂരമുണ്ട്. അതും എടുത്തില്ല വീഡിയോസ്. ഇപ്പം കുറേ ഇങ്ങോട്ട് എത്തി. നമ്മൾ ഏകദേശം ഒരു 80 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഏറ്റുമാനൂർ എത്തിയിരിക്കുന്നത്.
അപ്പോൾ ഇനി ഒരു 10 കിലോമീറ്റർ കൂടി നമുക്ക് പോകാനുള്ളൂ കോട്ടയത്തേക്ക്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ടൗൺ ഏരിയ വന്നു. ടൗൺ ഏരിയ ആയതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് എടുക്കുകയാണ്. ഏറ്റുമാനൂരിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് കണ്ടു. അടിപൊളി. ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം. എന്തായാലും വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഹാങ് ഔട്ട്. അങ്ങനെ മീനച്ചിലാറും കഴിഞ്ഞു നമ്മൾ ഏകദേശം കോട്ടയം ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്. ഒടുവിൽ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നു. കോട്ടയം KSRTC സ്റ്റാൻഡ്. KSRTC സ്റ്റാൻഡിൽ വരേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പോകാം എൻ്റെ റൂമിലേക്ക്. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഓഫീസിന്റെ താഴെയാണ്. നമ്മുടെ വണ്ടി ഇതാ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നമ്മള് ഏകദേശം 10 മണിയായി. രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. 11 മണി, രാവിലെ 11 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട യാത്രയാണ്. രാത്രി 10 മണി, 11 മണിക്കൂറോളം ഏകദേശം യാത്ര ചെയ്തു. ഒരു 1.5 യാത്രയായി പോയി. ഉള്ള കാര്യം പറയാം. ഞാനത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അങ്കമാലി. പിന്നെ നമ്മൾ പോയത് അങ്കമാലിക്കാണ്. അങ്കമാലി എത്താൻ അവിടുന്ന് ഏകദേശം ഒരു 42-45 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോഡ് അവിടുന്ന് തൊട്ടിട്ടുള്ള ബ്ലോക്ക്, റോഡ് മഹാമോശം, ഒരു രക്ഷയില്ല. പൊടി, വളരെ പതുക്കെ. എങ്ങനെയൊക്കെ ലാസ്റ്റ് 2 മണിക്കൂർ എടുത്തു തോന്നുന്നു എനിക്ക്. അങ്കമാലി 8 മണിയോട് കൂടിയിട്ടാണ് അങ്കമാലി എത്തിയത്. അങ്കമാലിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള റോഡ് കട്ട് ചെയ്തു. അപ്പോഴാണ് ആ ഒരു ബ്ലോക്ക് മാറിയത്. അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോഴാണ് 90 കിലോമീറ്റർ അങ്കമാലിയിൽ നിന്ന് കോട്ടയത്തേക്ക്. അതും കൂടെ കണ്ടപ്പോൾ ഏകദേശം മടുത്തു. പിന്നെ വീഡിയോ എടുക്കാനൊരു മൂഡ് പോയി. ഒരു രക്ഷയില്ല. എങ്ങനെയൊക്കെ ഒന്ന് കോട്ടയം എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. വീഡിയോ ഒന്നും എടുത്തിന്. എങ്ങനെയെങ്കിലും ലക്ഷ്യം കോട്ടയം പിടിക്കുക എന്നുള്ളതാണ്. 8 മണിക്ക് തുടങ്ങി. റോഡ് നല്ല റോഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. 1-2 വലിയ ടൗണുകളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എത്തി. ഒരു 80 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നമ്മൾ ഒടുവിൽ ഏറ്റുമാനൂർ എത്തി. ഏറ്റുമാനൂർ, അതായത് പ്രശസ്തമായ ഒരു ഏറ്റുമാനൂർ ശിവക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമാണ്. ഏറ്റുമാനൂരിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണ് പിന്നെ കോട്ടയത്തേക്കുള്ള. ഏറ്റുമാനൂർ എത്തിയപ്പോൾ കുറച്ച് സമാധാനമായി, ടൗണായി. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ടൗൺ തന്നെയായിരുന്നു. അവിടുന്ന് വീണ്ടും വീഡിയോ എടുത്തു. ആ ഒരു ആവേശം വന്നു. കാരണം എത്തി. ഏകദേശം 9:45 കൂടിയിട്ടാണ് ഏറ്റുമാനൂർ എത്തിയത്. പിന്നെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണ്, കോട്ടയം വരെ എത്തുന്ന വീഡിയോസ്. അങ്ങനെ 10 മണിയോട് കൂടിയിട്ട് റൂമിലെത്തി. കുളി കഴിഞ്ഞു. വരുന്ന വഴിക്ക് കോട്ടയത്ത് നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. KSRTC സ്റ്റാൻഡിൽ പോയിട്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. റൂമിലെത്തി, കുളി കഴിഞ്ഞു. ഒരൊറ്റ കിടത്തമാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓഫീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ടു കോട്ടയം വീഡിയോ, അതായത് കണ്ണൂർ ടു കോട്ടയം ഒരു എന്താ പറയുക, ഒരു ആവേശത്തിൻ്റെ ആയിരുന്നു ഇറങ്ങുമ്പോൾ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അതൊക്കെ ചോർന്നു പോയി. അപ്പോൾ കണ്ണൂർ ടു കോട്ടയം ട്രാവൽ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.